നമ്മുടെ കോൺവെർസേഷനിലെ സ്ഥിരം വേർഡ്സ് ആണ് ഈസ് എം ആർ. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഈസ് എം ആറിനെ കുറിച്ചാണ്. എവിടെ എപ്പോൾ ഈസ് എം ആർ യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈസ് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. പറയുന്ന കാര്യം പൂർണ്ണമായും മനസ്സിലാകുന്നതിന് വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ഈസ് നോക്കാം. നമ്മൾ മലയാളത്തിലെ സെന്റൻസസ് പറയുമ്പോൾ ആണ് എന്നൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. മലയാളത്തിലെ സെന്റൻസുകൾ പറയുമ്പോൾ ആണ് എന്നൊരു സെന്റൻസ് യൂസ് ചെയ്യാറുണ്ട്. അവൾ എൻ്റെ സഹോദരിയാണ്. അവൾ എൻ്റെ സഹോദരിയാണ്. അവൻ പാട്ടുപാടുകയാണ്. അവൻ പാട്ടുപാടുകയാണ്. ഞാൻ ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കുടിക്കുകയാണ്. ഇവിടെ എല്ലാം നമുക്ക് ഏത് വേർഡ് കാണാം? ആണ് എന്നൊരു വേർഡ് കാണാം. കുടിക്കുകയാണ്, സഹോദരിയാണ്. ഇത്തരത്തില് ആണ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഈസ്. ഞാൻ ഒന്നുകൂടി പറയാം. മലയാളത്തില് ആണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? ഈസ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മറ്റൊരു സംശയം തോന്നും അല്ലെ? ഈസിന്റെ കൂടെ സ്ഥിരം കാണുന്ന രണ്ട് വേർഡ്സ് ആണ് ആം, അതുപോലെ തന്നെ ആർ. ഈ വേർഡ്സിന്റെ അർത്ഥം എന്താണ്? ഈസിന് എന്താണോ അർത്ഥം അത് തന്നെയാണ് ആം, ആർ. ഞാൻ ഒന്നുകൂടി പറയാം. ഈസിന് എന്താണോ അർത്ഥം അത് തന്നെയാണ് ആം, ആർ എന്നിവയുടെ അർത്ഥം. അപ്പോ ആണ് എന്ന രീതിയിൽ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് സെന്റൻസസ് നോക്കാം. അടുത്തത് ആർ. ഇനി നമ്മൾ പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ, ഒബ്ജക്ട്സിനെ കുറിച്ചാണെങ്കിൽ അവിടെ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ആറ് യൂസ് ചെയ്യുന്നത്. നോക്കിയേ, അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട് അല്ലെ? ഒന്നിൽ കൂടുതൽ. അപ്പോ അവരെന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ. നേരത്തെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ആണ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ആർ. ദേ ആർ എൻ്റെ സുഹൃത്തുക്കളാണ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈസ് എം ആറിന് ഒരേ അർത്ഥം തന്നെയാണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാക്കിനെ അനുസരിച്ച് നമ്മൾ എന്ത് എഴുതണം? ഈസ്, ആം, ആർ എഴുതണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് എങ്ങനെ എഴുതാം? നമ്മൾ അവനെയോ അവളെയോ അതല്ല ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിന്റെ പേരാകാം അല്ലെങ്കിൽ ഇറ്റ് എന്ന് റെഫർ ചെയ്താലും മതി. അവിടെ നമ്മൾ ആണെന്ന അർത്ഥത്തില് ഈസ് ഉപയോഗിക്കും. ഇനി ഒന്നിൽ കൂടുതൽ ആളുകള്, ദേ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പോ വി. ഇനി നിങ്ങൾ, നീ എന്നൊക്കെ പറയുമ്പോഴും എന്ത് യൂസ് ചെയ്യാം? ആറ് യൂസ് ചെയ്യാം. അതല്ല ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ പേരുകൾ, അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആറ് യൂസ് ചെയ്യും. ഇനി എന്നെ കുറിച്ച് പറയുമ്പോ ആം. ഹി, ഷീ, ഇറ്റ്, ഈസ്, ദേ, വി, യു, ആർ, ഐ, ആം. ഇത്രയും ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഇനി പറയുന്ന സെന്റൻസസ് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെന്റൻസസ് ചെയ്യാം. സെന്റൻസ് നോക്കി. ഈ ബാഗ് ഭാരമുള്ളതാണ്. ഈ ബാഗ് ഭാരമുള്ളതാണ്. ഈ ബാഗ് എന്നതിന് ദിസ് ബാഗ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഈസ് യൂസ് ചെയ്യും അല്ലെ? ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ദിസ് ബാഗ് ഈസ് ഹെവി. കണ്ടോ? ദിസ് ബാഗ് ഈസ് ഹെവി. ഇനി ഇവിടെ ഒരു ബാഗിന് പകരം ഈ ബാഗുകൾ എന്നായിരുന്നെങ്കിലോ? അപ്പോ ദിസ് എന്നതിന് പകരം നമ്മള് ദീസ് എന്നാക്കണം. ദീസ് ബാഗ്സ്. പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെയാണ്. ഒന്നുള്ളൂ, അപ്പോ ഈസ് ആയിരുന്നു. ഒന്നിൽ കൂടുതലായപ്പോ ആറായി. ദീസ് ബാഗ്സ് ആർ ഹെവി. അടുത്ത സെന്റൻസസ് നോക്കാം. ഞാൻ ഇവിടെ ഹാപ്പിയാണ്. ഞാൻ ഇവിടെ ഹാപ്പിയാണ്. എന്നെ കുറിച്ചാണല്ലേ? ഐ ആം. എന്നെ കുറിച്ചാണെങ്കിൽ ഇനിയൊരു സംശയം വേണ്ട. ഐ ആം
happy here. I am happy here. അവർ സഹോദരങ്ങളാണ്. They are brothers. They are brothers. അവരല്ലേ? They are brothers. അവരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് are. They are brothers. അവൻ പാട്ട് പാടുകയാണ്. അവൻ പാട്ട് പാടുകയാണ്. He is singing. ചെയ്തുകൊണ്ടേയിരിക്കുന്നതായതുകൊണ്ട് ing-ലാണ് ഉപയോഗിക്കുന്നത്. ഏതൊരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിനോടൊപ്പം നമ്മൾ ing ചേർത്താണ് പറയുന്നത്. He is singing the song. അവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണെങ്കിലും ഭാവിയിലുള്ളതാണെങ്കിലും ഇപ്പോഴുള്ളതാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ing എഴുതണം കേട്ടോ. അവൻ പാട്ട് പാടുകയാണ്. He is singing the song. കുഞ്ഞ് ഉറങ്ങുകയാണ്. കുഞ്ഞ് ഉറങ്ങുകയാണ്. The baby is sleeping. The baby is sleeping. അവൾ ഇവിടെ ഇല്ല. അവൾ ഇവിടെ ഇല്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആണെന്ന അർത്ഥത്തിലാണ്. ഇത്തരത്തിലുള്ള സെന്റൻസ് നമുക്ക് എഴുതാൻ എന്ത് തന്നെ മതി? ഈസ്, ആം, ആറ് മതി. അവൾ ഇവിടെ ഇല്ല. ഇല്ല എന്നതിന് നമ്മൾ ചേർക്കുന്ന വേർഡ് നോട്ട് ആണ്. എവിടെ നോട്ട് ചേർക്കണം നമ്മൾ? ഈസ്, ആം, ആർ. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? നോട്ട് ചേർക്കുന്നത്. അവൾ ഇവിടെ ഇല്ല. ഷീ ഈസ് നോട്ട് ചേർക്കണം അല്ലെ? ഷീസ് നോട്ട് ഹിയർ. ഇനി ഈസ് നോട്ട് എന്നതിന് ഈസിന്റ് എന്ന് പറഞ്ഞാലും ഓക്കെ ആണ്. അവൾ ഇവിടെ ഇല്ല. ഷീസ് നോട്ട് ഹിയർ. എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് വിശക്കുന്നില്ല. ഐ ആം. ഇല്ല എന്നാണ്, അപ്പൊ നോട്ട് ചേർക്കണം. ഐ ആം നോട്ട് ഹംഗ്രി. ഐ ആം നോട്ട് ഹംഗ്രി. എനിക്ക് വിശക്കുന്നില്ല. അവൾ ഡോക്ടറാണ്. അവൾ ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. അവൾ ഡോക്ടറാണ് അല്ലെങ്കിൽ അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ബുക്ക് രസകരമാണ്. ഇവിടെ നമ്മൾ എ ബുക്ക് എന്ന് പറയരുത്. കാരണം ഏത് ബുക്കാണോ അതിനെ സ്പെസിഫൈ ചെയ്താൽ നമ്മൾ പറയുന്നത്. അപ്പോ ദ ബുക്ക്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബുക്ക് രസകരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബുക്കിനെയാണ് അല്ലെ? നമ്മൾ സ്പെസിഫൈ ചെയ്താ പറയുന്നത്. അതുകൊണ്ട് ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ലേറ്റ് ആണ്. ഞങ്ങൾ ലേറ്റ് ആണ്. We are late. We are late. ഇനി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസസ് നോക്കാം. ഞാനും സഹോദരനും. ഞാനും എന്റെ സഹോദരനും. ഓക്കെ, നല്ല ടെന്നീസ് കളിക്കാരാണ്. അപ്പോ എന്റെ സഹോദരനും ഞാനും രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്. My brother and I. തിരിച്ചും പറയാം my brother and I. സാധാരണ നമ്മൾ പറഞ്ഞത് ഐന്റെ കൂടെ ആം യൂസ് ചെയ്യണം എന്നാണ്. എന്നാൽ ഇവിടെ ഐന്റെ കൂടെ നമ്മൾ ആം അല്ല യൂസ് ചെയ്യുന്നത്. നോക്കിയേ, my brother and I എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളായല്ലേ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് are. My brother and I are നല്ല ടെന്നീസ് കളിക്കാരാണ്. Are good tennis players.
ഐന് ശേഷം ആം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് ഐക്ക് ശേഷം നമ്മൾ ആം അല്ല യൂസ് ചെയ്തത്, ആറാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഐ ഇവിടെ എഴുതിയത്. നേരെ തിരിച്ചും എഴുതാം. മൈ ബ്രദർ ആൻഡ് ഐ ആർ ഗുഡ് ടെന്നീസ് പ്ലേയേഴ്സ്. ഞാൻ വൈകിയോ, ഞാൻ വൈകിയോ. ഞാൻ വൈകിയാണ് എന്ന് പറയുമ്പോൾ ഐ ആം ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ വൈകിയോ എന്ന് ചോദിക്കാൻ നമുക്ക് ആം ആദ്യം എഴുതാം. ആം ഐ ലേറ്റ്. ഞാൻ വൈകിയോ. ഇല്ല, നീ കൃത്യസമയത്താണ്. ഇല്ല, നീ കൃത്യസമയത്താണ്. ഇതിന്റെ മറുപടിയാണ് അല്ലെ. നോ യു ആർ. കണ്ടോ, യു നീ വരുമ്പോ ആർ യൂസ് ചെയ്യും. യു ആർ കൃത്യസമയത്താണ്. ഓൺ ടൈം മുൻപേ പഠിച്ചതാണ് അല്ലെ. ഓൺ ടൈം. ആം ഐ ലേറ്റ്? നോ, യു ആർ ഓൺ ടൈം. നിന്റെ ഷൂസ് നന്നായിട്ടുണ്ട്. നിന്റെ ഷൂസ് നന്നായിട്ടുണ്ട്. യുവർ ഷൂസ് ആർ നൈസ്. യുവർ ഷൂസ് ആർ നൈസ്. നിന്റെ ഷൂസ് നന്നായിട്ടുണ്ട്. ഇത് പുതിയതാണോ? ഇത് പുതിയതാണോ? ആർ ദേ ന്യൂ? Are they new? Your shoes are nice. Are they new? നീ ക്ഷീണിതനാണോ? നീ ക്ഷീണിതനാണോ? Are you tired? Are you tired? അതെ. Yes. നമുക്ക് I am എന്ന് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. Yes, I am. അതെ, ഞാൻ ക്ഷീണിതനാണ് എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ ക്ഷീണിതനാണോ? Are you tired? Yes, I am. ഇന്ന് വീഡിയോയിൽ നമ്മൾ കുറെ സെന്റൻസസ് നോക്കിയിട്ടുണ്ട് ഈസ് എം ആറിനെ കുറിച്ച്. കുറെ സെന്റൻസസ് നോർമൽ സെന്റൻസസ് ആണ്. കുറെ സെന്റൻസസ് നെഗറ്റീവ് സെന്റൻസസ് ആണ്. നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന അർത്ഥത്തില്. ഇനി മറ്റു ചില സെന്റൻസസ് ക്വസ്റ്റ്യൻസ് ആണ്. ആണോ എന്ന രീതിയിൽ. നീ ക്ഷീണിതനാണോ? നീ പാട്ടുപാടുകയാണോ? അപ്പൊ ഇത്തരത്തില് ഏത് രീതിയിലേക്ക് മാറ്റാനും നമുക്ക് ഈസ് എം ആർ യൂസ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ഈസ് എം ആർ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഈസിനും ആമിനും ആറിനും ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യാം. ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഈസ്, എന്നെ കുറിച്ച് പറയുമ്പോൾ ആം, ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആർ. ആളുകൾ മാത്രമല്ല, ആളുകൾക്ക് പകരം ഒബ്ജക്ട്സ് വന്നാലും സെയിം ആണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.